Hello friends, welcome back to Robinsonist. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് സ്പീഡ് റാമ്പിംഗ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക് സൂം, അതുപോലെ തന്നെ വെർട്ടിഗോ എഫക്റ്റ്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫ്ലോ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ പരമാവധി എല്ലാവരും തന്നെ ഓൺലൈനിൽ തന്നെ ഇരുന്ന് ക്ലാസ്സുകളൊന്ന് കാണാൻ ശ്രമിക്കുക. വ്യൂവേഴ്സൊക്കെ ഒന്ന് കുറയുന്നുണ്ട്, എല്ലാവരും തിരക്കിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഒഴിവുകൾ കിട്ടുമ്പോൾ പരമാവധി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക്. ഓക്കെ, അപ്പം ഞാൻ ഡാവിഞ്ചി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് വെർട്ടിഗോ എഫക്റ്റ് ആണ്. വെർട്ടിഗോ എഫക്റ്റ് എന്ന് പറയുന്നത് ഹിച്ച്കോക്കിൻ്റെ വെർട്ടിഗോ എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. പിന്നീട് ഒരുപാടായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വെർട്ടിഗോ എഫക്റ്റ് ഉപയോഗിക്കുന്നത് ഒരു ട്രാക്ക് ഇൻ ഷോട്ടിലോ ഒരു ട്രാക്ക് ഔട്ട് ഷോട്ടിലോ ആണ്. ഇത് ക്യാമറയിൽ നമുക്ക് ഉപയോഗിക്കാം. സെയിം സാധനം തന്നെ നമുക്കിവിടെ എഡിറ്റിങ്ങിൽ കീസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കീസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ക്യാമറയിലാണെങ്കിൽ നിങ്ങൾ ട്രാക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് സൂം ഇൻ സൂം ഔട്ട് പോലത്തെ എഫക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് എങ്ങനെയാണ് ടെക്നിക്കലി ഇത് ചെയ്യാന്നുള്ളത്, ജസ്റ്റ് ഞാനിതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ വെച്ചു, ഏറ്റവും തുടക്കത്തിൽ വെച്ചതിന് ശേഷം അതിൻ്റെ സൂം ഇൻസ്പെക്ടർ വിൻഡോയിൽ വന്ന് അതിൻ്റെ സൂമിന് ഞാൻ എന്ത് ചെയ്യണം, ഒരു കീ കൊടുത്തു. അതുപോലെ തന്നെ നമുക്കതിൻ്റെ പൊസിഷൻ റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ ആ പൊസിഷനും ഞാനൊരു കീ ആഡ് ചെയ്തു. ഇനി ഏറ്റവും എൻഡിലേക്ക് വരികയാണ്. ഏറ്റവും എൻഡിൽ വന്നതിന് ശേഷം ഒരു ഫ്രെയിം ബാക്കിലേക്ക് വെച്ചു. നമുക്ക് ആ പ്രിവ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഈ സൂം ഉണ്ടല്ലോ, എക്സ് ആൻഡ് വൈ, ഈ സൂം ഒന്ന് കുറച്ച് കൂട്ടിക്കൊടുക്കും. നിങ്ങൾക്കൊന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഞാൻ കൂട്ടിക്കൊടുക്കുകയാണ്. ദെൻ അതിൻ്റെ പൊസിഷൻ, ജസ്റ്റ് ആ പൊസിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചില ക്ലിപ്പുകൾക്ക് ആ പൊസിഷൻ അറേഞ്ച് ചെയ്യേണ്ടി വരും. ജസ്റ്റ് അതിൻ്റെ പൊസിഷനും അറേഞ്ച് ചെയ്യുക. ഇത്ര കാര്യങ്ങളുള്ളൂ. ജസ്റ്റ് അതിന് ശേഷം ഞാൻ ഒന്ന് സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നു. സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്ക്, ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ രണ്ട് കമ്പി സെറ്റുകൾ അതിങ്ങനെ ബാക്കോട്ട് പോവുകയും ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പതിയെ ഗ്രാജുവലി മുന്നോട്ട് വരുന്നതും ചെയ്യുന്ന ഒരു എഫക്റ്റ് ഫീൽ. ഇതാണ് വെർട്ടിഗോ എഫക്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. കണ്ടു, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വെർട്ടിഗോ എഫക്റ്റാണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കീ ഫ്രെയിം ഒക്കെ ഒന്നുകൂടി സ്മൂത്ത് ആക്കണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കീ ഫ്രെയിം എഡിറ്റർ എടുക്കുക. കീ ഫ്രെയിം എഡിറ്റർ എടുത്തതിന് ശേഷം കീ സെലക്ട് ചെയ്യുക. കീ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്മൂത്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഗ്രാജുവലി പോകുന്ന ഒരു ഫീൽ ഉണ്ടാവും. ഇതൊരു ക്യാരക്ടറൊക്കെയാണ്, കുറേ കൂടി എഫക്റ്റീവായിട്ട് ആ ഒരു ഫീൽ ക്രിയേറ്റ് ആവും. ഇതാണ് വെർട്ടിഗോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡ്. ഇനി മറ്റൊരു മെത്തേഡ് ഉണ്ട്. സെയിം സാധനം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫ്യൂഷനിലും ചെയ്യാം. ജസ്റ്റ് ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്തു. ഇതിനൊരു ചെറിയൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലിപ്പ് നേരത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഈ ക്ലിപ്പിനെ റിവേഴ്സ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പം നമ്മളിപ്പം റിവേഴ്സ് ചെയ്യുന്നില്ല, നമുക്കത് ഫ്യൂഷനിലും ഈ പറഞ്ഞ റിവേഴ്സ് പ്രോസസ്സ് കാണിക്കാം. അതിൻ്റെ ഒരു ഓപ്ഷൻ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നേരെ ഞാൻ എന്ത് ചെയ്തു, ക്ലിപ്പ് സെലക്ട് ചെയ്തു, ഫ്യൂഷനിലേക്ക് പോയി. ഓക്കെ, അപ്പം ഫ്യൂഷൻ്റെ ഒരു ഇൻ്റർഫേസ് ഇതാണ്. ഞാൻ സൂം ട്രാൻസിഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കാണുക. ഓക്കെ, ഇനി ഞാൻ ഷിഫ്റ്റ് സ്പേസ് അടിച്ചു, ഒരു പാരാമീറ്റർ എടുക്കുകയാണ്. ടൈം സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ ടൈം സ്പീഡ് ആഡ് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ ഈ ഒരു ഓക്കെ നമ്മുടെ നോഡിലേക്ക് ഞാൻ ആഡ് ചെയ്തു. ടൈം സ്പീഡ് ആഡ് ചെയ്തതിന് ശേഷം ടൈം സ്പീഡ് ഒന്ന് സെലക്ട് ചെയ്തു. ടൈം സ്പീഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ മൈനസ് ആക്കി എന്തിനായിരിക്കും, ഇത് ഒന്ന് റിവേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ് ക്ലിപ്പ്. ജസ്റ്റ് ഒന്ന് അതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മളവിടെ സ്പീഡ് ചേഞ്ച് ചെയ്തില്ലേ, സെയിം സാധനം കേട്ടോ. ഇവിടെ നമ്മളത് എന്ത് ചെയ്തു, ഇവിടെ ടൈം സ്പീഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡിന് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ സ്പീഡ് ഡിലേ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇവിടെ അതിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നിയറസ്റ്റ്, ബ്ലെൻഡ്, ഫ്ലോ തുടങ്ങിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ഷിഫ്റ്റ് സ്പേസ് ബാർ അടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫോം എടുക്കുകയാണ്. ജസ്റ്റ് ട്രാൻസ്ഫോം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ട്രാൻസ്ഫോം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലേക്ക് വരികയാണ്. ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ വന്നതിന് ശേഷം ഇതിൻ്റെ ട്രാൻസ്ഫോം പ്രോപ്പർട്ടിക്കാണ് നമ്മൾ ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ എക്സ് വൈ പൊസിഷന് ഞാൻ കീ കൊടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ സൈസിനും ഞാൻ കീ കൊടുത്തു. ഇനി അതിൻ്റെ ഏറ്റവും എൻഡിലേക്ക് വരികയാണ്. ജസ്റ്റ് ഓൾമോസ്റ്റ് ഓക്കെ
ഓൾമോസ്റ്റ് എൻഡിൽ വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ സൈസ് ഒന്ന് കുറച്ചധികം കൂട്ടി വെക്കാണ് കേട്ടോ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. തന്നെ ഓൾമോസ്റ്റ് ഓക്കെ, ജസ്റ്റ് സൈസ് കൂട്ടി കൊടുത്തു, അതിന് കീ കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, നമ്മുടെ എഡിറ്റബിൾ സ്പ്ലൈൻ എടുക്കുകയാണ്. എഡിറ്റബിൾ സ്പ്ലൈൻ എടുത്തതിന് ശേഷം ജസ്റ്റ് ഞാൻ ഈ കീ ഒന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് നമ്മുടെ ആനിമേഷൻ ഒന്ന് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മുകളിലും താഴെയുള്ള കീ ഒന്ന് സ്മൂത്ത് ചെയ്തു. സെയിം എന്ത് ചെയ്യാണ്, നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റും ഒന്ന് കറക്റ്റ് ചെയ്യാണ്, സൈസും ഡിസ്പ്ലേസ്മെൻറ്റും. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ടൈം ലൈനിൽ വന്നിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒന്ന് റെൻഡർ ആവാനുണ്ട്, ഒന്ന് റെൻഡർ ചെയ്തിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ റെൻഡർ ആയി കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കേട്ടോ, ആ ഒരു വെർട്ടിഗോ എഫക്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈനാമിക് സൂമാണ്. ഡൈനാമിക് സൂം നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ വേഗത്തിലും ചെറിയ സൂം എഫക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഒരു ക്ലിപ്പ് സ്റ്റാറ്റിക് ഷോട്ടുകളാണെങ്കിൽ ആ ഷോട്ടുകൾക്ക് വളരെ ലൈറ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ആ ഒരു ക്ലിപ്പിന് കുറച്ചുകൂടി ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡൈനാമിക് സൂം. വളരെ എളുപ്പമാണ് സാധനം. നിങ്ങൾ ഇൻസ്പെക്ടർ വിൻഡോയിൽ വരിക, ഡൈനാമിക് സൂം വരിക, ജസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡൈനാമിക് സൂം ടിക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കേണ്ട ആ ക്ലിപ്പ് ഒറ്റയടിക്ക് സ്കെയിലായിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ കാണുക എന്ന് പറയുന്നത് ലീനിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ലീനിയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആ ക്ലിപ്പിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഒരേ സ്പീഡിൽ സൂം ഔട്ട് ആവാണ് ചെയ്യുക. ജസ്റ്റ് ഞാനൊന്ന് ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യാം. കണ്ടോ, നിങ്ങൾ നോക്ക്, കംപ്ലീറ്റ് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ എന്തായി, സൂം ഔട്ടായി. ഇനി തൊട്ടടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈസിൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനാണ്. ഈസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കും, വളരെ പതിയായിരിക്കും, എൻഡിലേക്ക് എന്താവും, ആ സൂം ഔട്ട് വളരെ ഫാസ്റ്റായിട്ട് പോയി നിൽക്കും. ഇനി ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഈസ് ഔട്ട് എന്ന് പറയുന്നത്. ഈസ് ഔട്ട് ആകുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വളരെ വേഗത്തിലായിരിക്കും, എൻഡിങ്ങിൽ എത്തുമ്പോഴത്തേനും വളരെ സ്ലോ ആയിട്ട് പോയി ലാൻഡ് ചെയ്യും. സോറി, ഒന്ന് പ്ലേ ചെയ്താൽ ഓക്കെ ഉണ്ട്. ഇനി ഇത് തന്നെ ഇവിടെ ഈസ് ഇൻ ആൻഡ് ഔട്ട് ഉണ്ട്. ഈസ് ഇൻ ആൻഡ് ഔട്ട് എന്ന് പറയുമ്പോൾ മിഡിൽ പോർഷനിൽ സ്പീഡ് കൂടിയിട്ടും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും സ്ലോ ആയിട്ടായിരിക്കും പോവുക. ഓക്കെ, ഇനി ഇത് തന്നെ ഇപ്പം ഞാൻ ഈ സിന്ന് കൊടുക്കുകയാണ്. ഈ സിന്ന് കൊടുത്ത് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതെന്താവും, നേരെ ഓപ്പോസിറ്റ് ആവും. ഉണ്ടോ, സൂം ഇൻ പോയതിന് പകരം സൂം ഔട്ടാണ് വരിക. അതേപോലെ തന്നെ എന്താണ്, ലീനിയർ കൊടുത്തതിന് ശേഷം സ്വാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൂം ഇൻ പോയതിന് ശേഷം ക്ലിപ്പ് എന്തായി മാറും, ഓപ്പോസിറ്റ് സൂം ഔട്ടായി മാറും. ഓക്കെ, ചെറിയ നേരെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. കണ്ടോ, സൂം ഇൻ സൂം ഔട്ടായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഡൈനാമിക് സൂം തന്നെ നമുക്ക് മാനുവലി ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് ഇപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് വരുന്നതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഈ താഴെ കണ്ടോ ഒരു ചെറിയൊരു ആരോ ഉണ്ട്, ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈനാമിക് സൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഈ ഡൈനാമിക് സൂം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു ഗ്രീൻ ബൗണ്ടിങ് ബോക്സും അതുപോലെ തന്നെ റെഡ് ബൗണ്ടിങ് ബോക്സും വരും. ഈ റെഡ് ബൗണ്ടിങ് ബോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ് പൊസിഷനും ഗ്രീൻ ബൗണ്ടിങ് ബോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷനാണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇപ്പോൾ അത് ഗ്രാജുവലി സൂം ഔട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തന്നെ ഞാൻ ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഗ്രീൻ ബൗണ്ടിങ് ബോക്സിനെ ഒന്ന് ചെറുതാക്കി വെക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, അതൊരു സൂം പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. കണ്ടോ, അവിടുന്ന് പതിയെ സൂം ഔട്ടായിട്ട് എന്തായി, നേരെ അതിൻ്റെ ആ റെഡ് മാർക്കർ കണ്ട് അതിലേക്ക് പോകും. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ അറേഞ്ച് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിനെ തന്നെ നേരെ ഓപ്പോസിറ്റ് വെക്കുകയാണ്. ജസ്റ്റ് ഗ്രീനിനെ ഞാൻ എന്ത് ചെയ്തു, ഫുൾ ഫ്രെയിം ആക്കി. റെഡിന് ഞാൻ എന്ത് ചെയ്തു, ഈ ഫ്രെയിമിന് കറക്റ്റാക്കി. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവലി അതിങ്ങനെ സൂം ഇൻ ആയി വരുന്ന നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ ഞാൻ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എടുക്കുകയാണ്. സ്റ്റാർട്ടിങ് പോയിൻ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാണ്, റെഡ് ഏരിയ കുറച്ച് സൂം ഔട്ടാക്കി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുറച്ചിങ്ങനെ മുകളിലേക്ക് വെക്കുകയാണ്. ഓക്കെ,
അതിനുശേഷം ഞാൻ നമ്മുടെ റെഡ് ഏരിയനെ സെലക്ട് ചെയ്യുക. റെഡ് ഏരിയനെ സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ കുറച്ച് താഴോട്ട് വെക്കണം. നിങ്ങൾ നോക്കാണ്ടോ, ഗ്രീൻ മുകളിലേക്കും റെഡ് താഴേക്കും വെച്ചു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഒരു ചെറിയ ടിൽറ്റപ്പ് പോലെ ഉള്ളൊരു എഫക്റ്റ് ക്രിയേറ്റ് ആയില്ലേ. ഓക്കെ, ഇതേ സാധനം തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കൊക്കെ റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് എങ്ങനെയാണോ ഫ്രെയിം വേണ്ടത് അതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് താഴേക്ക് സൈഡൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രെയിം വെക്കുമ്പോൾ നമ്മളിങ്ങനെ മുറിഞ്ഞു പോവാതെ രീതിയിൽ ഫ്രെയിം റീഅറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ഡൈനാമിക് സൂമിലുള്ളത്. നമുക്ക് വേണമെങ്കിൽ മാനുവലി ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡൈനാമിക് സൂം കൊടുക്കാം. അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന മാനുവലി ചെയ്തിരിക്കുന്നതിന് വേണമെങ്കിൽ നമുക്ക് ഈ സിന്നും അതുപോലെ ഈ ഔട്ടും ഈ സിൻ ആൻഡ് ഔട്ടും ഒക്കെ ഒരുമിച്ച് വേണമെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിൻ ആൻഡ് ഔട്ട് തുടങ്ങിയ ഓപ്ഷൻസ് കൊടുക്കുക. നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമുക്കൊരു ഫ്രെയിമൊക്കെ ഒന്ന് ചെറിയൊരു ലൈറ്റ് മൂവ്മെൻറ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് ഡൈനാമിക് സൂം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പീഡ് റാമ്പിംഗ് ആണ് പറഞ്ഞത്. അപ്പോൾ സ്പീഡ് റാമ്പിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രീമിയർ FCP ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിയാം, ഒപ്റ്റിക്കൽ ഫ്ലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഒപ്റ്റിക്കൽ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ ടൈം സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിന് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു മോഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിളാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഞാൻ. എന്നാലും ജസ്റ്റ് ഒന്നുകൂടി ഒപ്റ്റിക്കൽ ഫ്ലോ മാത്രം ഒന്ന് ആഡ് ചെയ്യാം. കമാൻഡ് 6 അടിച്ചു ഞാൻ എന്ത് ചെയ്യാണ്, ടൈം ഒന്ന് സ്പീഡ് ഒന്ന് കുറയ്ക്കുകയാണ്, ഒരു 45% ആക്കി. ഓക്കെ, ഇനി ഈ ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്തു. ഇൻസ്പെക്ടറിൽ വരിക. ഇൻസ്പെക്ടറിൽ വന്നതിന് ശേഷം റീടൈം ആൻഡ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ റീടൈം ആൻഡ് സ്കെയിലിംഗ് ഓപ്പൺ ചെയ്യാം. അതിൽ റീടൈം പ്രോസസ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒപ്റ്റിക്കൽ ഫ്ലോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിന് തൊട്ടടുത്ത് ഫ്രെയിം ബ്ലെൻഡ് അതുപോലെ നിയറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സ്പീഡ് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 24 ഫ്രെയിംസ് ഉള്ള ക്ലിപ്പാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് അത് സ്പീഡ് കുറയ്ക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രെയിമിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. ഫ്രെയിമിൻ്റെ എണ്ണം കൂടെ 60 ഫ്രെയിംസോ 120 ഫ്രെയിംസൊക്കെയാണ് ആവുന്നത്. അപ്പം അത്രയധികം ഫ്രെയിംസ് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അത് സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഫ്രെയിം ബ്ലെൻഡ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഫ്രെയിമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. ഒപ്റ്റിക്കൽ ഫ്ലോ ആണെങ്കിൽ മുന്നിലും പിന്നിലുള്ള സാമ്പിൾസ് എടുത്ത് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളൊരു സാമ്പിളാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒപ്റ്റിക്കൽ ഫ്ലോ എടുത്തു. ഒപ്റ്റിക്കൽ ഫ്ലോ എടുത്തതിന് ശേഷം പ്രൊജക്റ്റ് സെറ്റിങ്സിൽ സ്റ്റാൻഡേർഡ് ബെറ്ററോ എൻഹാൻസ്ഡ് ബെറ്ററോ നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ അത് ക്രോപ്പ് ഉണ്ട്, ഫിറ്റ് ഉണ്ട്, ഫില്ലുണ്ട്. അതായത് ഫ്രെയിം കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് പ്രൊജക്റ്റ് സെറ്റിങ്സ് കൊടുത്ത് ഞാൻ റീസൈസ് സ്മൂത്തർ കൊടുത്തു. ഓക്കെ, ഇത്ര ആയതിനു ശേഷം നമുക്ക് ഈ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഉണ്ടോ, വളരെ സ്മൂത്തായിട്ട് സ്ലോ ആയിട്ടുണ്ട് ക്ലിപ്പ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾ മ്യൂസിക് വീഡിയോനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 1-2 സംശയങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരും ക്ലാസ്സുകളിൽ അപ്ഡേറ്റ് ചെയ്യാം. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.